ഹലോ ഡിയർ ഫ്രണ്ട്സ്, പീസ്ഫുൾ 60+ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത്തവണ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഫാമിലിയിൽ സൺഡേ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവരുടെ വീട്ടിലെ സാഹചര്യം വെച്ച് പിള്ളേരൊക്കെ പുറത്താണ്, വൈഫിന് കൂടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഫ്രണ്ടാണ് സൺഡേ തൊട്ട് ഇന്ന് വരെ കൂടെ നിൽക്കുന്നത്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായി. നമ്മളൊരു കെയറിന് വേണ്ടി പല കെയർ ഏജൻസികളെയും അപ്രോച്ച് ചെയ്തു. ഇത് കാസർഗോഡ് ജില്ലയിലാണ്. വരാമെന്ന് പറയും, പക്ഷേ ആൾക്കാർ വരികയില്ല. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇവിടെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി കെയർ ഇൻസ്പയർ എന്നും പറഞ്ഞ് നാട്ടിലൊരു കെയർ ഏജൻസിക്ക് വേണ്ടിയുള്ള ഒരു ഇനീഷ്യൽ വർക്കിംഗ് ഒക്കെ നടത്തി. ഇവിടെ ഇരുന്ന് പിള്ളേർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കും. കെയറിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇതെല്ലാം പറയും. ഒരു 2 ദിവസം കഴിയുമ്പോൾ ഫോൺ വിളിക്കും, സാറേ വിദേശത്തോട്ട് വരാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതുകൂടാതെ ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കെയർ ഏജൻസി നടത്തുന്നവരെയും അതുപോലെ മറ്റു പലരുമായിട്ട് ബന്ധപ്പെട്ടു. കേരളത്തിലെ ഒരു നമ്പർ 1 ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെല്ലാവരും ജനറലൈസ് പറയുവാന്ന് ചിന്തിക്കരുത്, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ദുരഭിമാനമാണ് കേരളത്തിൽ. എന്താണെന്നറിയത്തില്ല. കാരണം തുണിക്കടകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ വണ്ടി വിൽക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ മറ്റു പല വൈറ്റ് കോളർ ജോബിന് 15,000 രൂപയിലൊക്കെ താഴെ ജോലി ചെയ്യാൻ ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഒരു കെയറിങ് ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് അൺഫോർച്ചുനേറ്റ്ലി നാട്ടിൽ ആൾക്കാർ വില്ലിങ് അല്ല. ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്, നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ പശുവിനെ വളർത്തുന്നുണ്ട്. കാരണം പശുവിനെ വളർത്തുന്നവർക്കറിയാം ഒരു തലവേദന പിടിച്ച പരിപാടിയാണ്. ഇതിന് പുല്ല് മുഴുവൻ അരിഞ്ഞ് തീറ്റ കൊടുത്ത് ഇത് കറക്കാനിരിക്കുമ്പോൾ, ഇപ്പം കറക്കാൻ മെഷീൻ ഉണ്ടായിരിക്കും, ഇത് ഈ ചാണകമുള്ള വാലിട്ട് നമ്മുടെ മേത്തടിക്കും, പിന്നെ നമ്മൾ പോയി കുളിക്കണം. അതുപോലെ കൃഷിയാണേൽ പറമ്പിലിറങ്ങി പണിയുമ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളാണ്. ഈ തേങ്ങ പെറുക്കുവാണേലും എന്താണേലും ഈ കൊതുകുടിയും കൊണ്ട്. പക്ഷേ ഒരാൾക്ക് പോലും ഒരു കെയർ ഏജൻസി വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊരു താല്പര്യമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയേറെ സങ്കടം തോന്നുന്നു. നമ്മൾ അതേ സമയത്ത് ഞാനിവിടെ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഇവിടെ വിദേശ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ MSW കഴിഞ്ഞതാണെങ്കിലും 2003 ഇവിടെ വരുമ്പോൾ എനിക്ക് ജോലി കിട്ടിയില്ല. ഞാനൊരു കെയർ ഹോമിൽ ഏറെക്കുറെ കെയറായിട്ട് 1 കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തു. ഞാൻ വളരെയേറെ എൻജോയ് ചെയ്ത ഒരു സ്ഥലമായിരുന്നു. കാരണം ഒത്തിരിയേറെ ലേൺ ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൂടാതെ സപ്പോർട്ട് വർക്കറായിട്ട് ചലഞ്ചിങ് ബിഹേവിയർ യൂണിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഞാൻ സോഷ്യൽ വർക്കർ ആകുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു മനുഷ്യന്റെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ, ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ അവരെ സഹായിക്കുന്നത്. ഇറ്റ്സ് റിയലി ആൻഡ് ഇൻസ്പയറിങ്. അതായത് ഏറ്റവും നല്ലൊരു നോബിൾ പ്രൊഫഷനാണ്. ഇനി കേരളം മുന്നോട്ട് വളരെയേറെ ഒരു ക്രൈസിസിലോട്ട് കടന്നു പോകാനായിട്ട് പോവുകയാണ്. എല്ലാവരും വലിയ വലിയ ഹോസ്പിറ്റലിന്റെ പുറകെയും വലിയ വലിയ ഇന്റർനാഷണൽ ഐഡിയാസ് ആണ്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ ഒരു കെയർ ചെയ്യാനായിട്ട് നമ്മുടെ മലയാളികൾ വില്ലിങ് അല്ലെന്ന് പറഞ്ഞാൽ അതിനൊരേ ഒരു സൊല്യൂഷൻ, ഇവിടെയുള്ളവരൊക്കെ നമ്മൾ കെയർ ഏജൻസി തുടങ്ങിയാൽ മാത്രം പോരാ, നാട്ടിൽ പോയി വർക്ക് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, എവിടെയെങ്കിലും വീടുകളിൽ പോയി ഒരു കെയറായിട്ട് വർക്ക് ചെയ്യണം. കാരണം ഇവിടെ വരുന്ന മലയാളികൾക്ക് ദുരഭിമാനമില്ല, ഏത് ജോലിയും കിട്ടും. എവറി ജോബ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിഗ്നിറ്റി. ദർ ഈസ് നോ മീനിയൽ ജോബ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഒൺലി മീനിയൽ ആറ്റിറ്റ്യൂഡ്. അതുകൂടാതെ നാട്ടിലെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും എല്ലായിടത്തും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ഒരു പരിധിവരെ കാര്യം ഉണ്ടായിരിക്കും. കാരണം കെയറേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ അവർ സമയത്ത് വരികയല്ല. അതുകൂടാതെ വന്നു കഴിഞ്ഞാൽ പൈസ ചോദിക്കുന്നു. അതുപോലെ കെയറേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, വീടുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ സെക്ഷലി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ക്ലയൻസ്, ഫാമിലി മെമ്പേഴ്സ്, ഇങ്ങനെ ഒത്തിരിയേറെ ഇഷ്യൂസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രോപ്പറായിട്ട് പ്രൊഫഷണലായിട്ട് ഈ കാര്യങ്ങൾ നടത്താത്തത് കൊണ്ടാണ്. അടുത്തത് വേറെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് ഷിഫ്റ്റ് പാറ്റേൺ ആണ്. ചിലപ്പോൾ 1 മാസമൊക്കെയാണ് ഒരു വീട്ടിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ 15 ദിവസം. അത് നമ്മൾ മാറ്റേണ്ടതാണ്. കാരണം നമ്മൾ ഇത് ഇവിടുത്തെ പോലെ ഒരു 8 hour ഷിഫ്റ്റ്
അല്ലെങ്കിൽ 12 അവർ ഷിഫ്റ്റ്, അല്ലെ 1 ഡേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൾക്കാർ മാറി വരണം. എൻ്റെ മനസ്സിലുള്ള ഒരു കെയർ ഏജൻസി എന്ന് പറഞ്ഞാൽ, ഒരു കെയറർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ചെയ്യണം. അതുപോലെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നമ്മൾ മക്കൾ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരിക്കണം. അവർ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഒരുമിച്ച് കഴിക്കുന്നു. അതുപോലെ 100% ഫ്രീഡം വേണം. അതുപോലെ തന്നെ അവിടെ ആ ഫാമിലി ക്ലയൻ്റ് ആണെങ്കിൽ പോലും അവരുടെ മകളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കണം. ഇത് നാട്ടിൽ കേട്ടിടത്തോളം വരുന്നവർ വന്നതെന്തോ കള്ളന്മാരാണെന്നുള്ള രീതിയിലാണ് ഫാമിലി ചിന്തിക്കുന്നത്. അതുപോലെ കെയറേഴ്സ് ചിന്തിക്കുന്നത് ഇവൻ തക്കം കിട്ടിയാൽ എന്നെ ഉപദ്രവിക്കൂ എന്നുള്ള രീതിയിലാണ്. ഈ ആറ്റിറ്റ്യൂഡും ഈ മെൻറ്റാലിറ്റിയും നമ്മൾ മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെയേറെ ഒരു നോബിൾ പ്രൊഫഷനാണ്. ഇവിടെ 1000 10,000 മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ കെയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നാട്ടിൽ ഈസി ആയിട്ട് നേഴ്സുമാർക്ക് കിട്ടുന്നതിനേക്കാളും നല്ലൊരു സാലറി കെയർ ഏജൻസിയിൽ നമുക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ കേരളത്തിലുള്ളവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ UK നമ്മൾ നല്ല പ്രൊഫഷണൽ കെയർ ഏജൻസി തുടങ്ങണം. അതുകൂടാതെ നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഒരു പുതിയ രീതിയിലുള്ള ഒരു ക്വാളിറ്റി, ഒരു കൾച്ചർ നമ്മളവിടെ ഡെവലപ്പ് ചെയ്യണം. നല്ല പ്രൊഫഷണലിസം വേണം, നല്ല ട്രെയിനിങ് വേണം, യൂണിഫോം വേണം. അതുപോലെ നമ്മൾ എടുക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സ്കില്ല് വേണം. അതുപോലെ ഡ്രൈവിങ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് വേണം. അതുപോലെ ബേസിക് ആയിട്ട് മെഡിസിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതേപോലെ തന്നെ നാളെ വിദേശത്തുള്ള പിള്ളേര് പേരൻസിനെ കെയർ ചെയ്യുമ്പോൾ വീഡിയോ കോളിൽ വിളിക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു വിവരവും ബോധവും ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ട് ഈ എഴുതി കുത്തി സമയം കളയേണ്ട കാര്യമില്ല. ഇംഗ്ലീഷിൽ പറയാവുന്നവർക്ക് ഇംഗ്ലീഷിൽ പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നവർക്ക് മലയാളത്തിൽ പറയാം. പ്രോപ്പറായിട്ട് റെക്കോർഡിങ് നടത്താനായിട്ട് സാധിക്കും. ഇതേപോലെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കെയർ ഏജൻസി നമ്മൾ നാട്ടിൽ തുടങ്ങണം. അതിന് നമുക്ക് ന്യായമായിട്ട് നല്ല രീതിയിൽ ചാർജ് ചെയ്താൽ പോലും ഒരു കുഴപ്പമില്ല. അതുപോലെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വർക്ക് ടൈമിങ് വേണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ പഞ്ചായത്ത് ലെവലിലെങ്കിലും ഒരു കെയർ ഏജൻസി വേണം. അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. നാട്ടിൽ 1000 10,000 ആൾക്കാർ വെറുതെ തേരാപാര നടക്കുകയാണ്. അതുപോലെ ഹൗസ് വൈഫ് ആയിട്ടുള്ളവർ, അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കഴിഞ്ഞ് വളരെയേറെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഹൗസ് വൈഫുമാരുണ്ട്. അവർക്ക് ഒരു 2-3 മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇതാർക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. ഏത് ജോലിയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു മനോഭാവം വേണം. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. ഞാൻ ഒരു കെയർ ഏജൻസിയിലൊക്കെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങും, അല്ലെ വിദേശത്തേക്ക് ഒന്ന് ടൂർ പോകും. അല്ലാതെ കേരളത്തിൽ കൃഷി നഷ്ടമാണ്, അതിന് ജോലിയില്ല, ഈ പരാതി നിർത്തി സാധ്യതകളിലേക്ക് നമുക്ക് നോക്കുക. ഞാൻ എൻ്റെ ഈ ഫാമിലിയിലുള്ള ആൾക്ക് വേണ്ടി, പുള്ളി കഴിഞ്ഞ ദിവസം വീണ് ഹിപ്പ് ബ്രോക്കൺ ആയതാണ്. അത് കഴിഞ്ഞിട്ട് കിടക്കുവാണ്. മോള് ഒരു എയർ ഫ്ലോ മാട്രസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ എത്തിച്ചിട്ട് 24 മണിക്കൂറായി. അതൊന്ന് ഇടാനായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനായിട്ടില്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം ആൾക്കാർക്ക് അറിയത്തില്ല, ബേസിക് മൂവിങ് ആൻഡ് ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് യാതൊരു നോളജും ഇല്ല. അതുപോലെ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ്. അവർ ഒബ്സർവേഷൻ നടത്തുവാണ്, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇതിന് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ട. നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ടാണ് വീട്ടിൽ കിടന്ന ബ്ലഡൊക്കെ എടുത്തിട്ട് വേണേൽ ചെയ്യാം. നേരെ കെയറിംഗ് ഫീൽഡിൽ നമുക്കറിയാം, സതീശൻ ഓൾഡർ പീപ്പിളിന്റെ വകുപ്പുകൾ ഉണ്ടാക്കി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഇതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ്, നമുക്ക് കിട്ടിയ പ്രൊഫഷണൽ നോളജ്, കോമ്പിറ്റൻസി, വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ നാട്ടിന് വേണ്ടി മാറ്റി വെക്കണം. നാട്ടിൽ എല്ലാ ജോലിക്കും മഹത്വമുണ്ടെന്നുള്ള ഒരു കൾച്ചർ നമ്മളായിട്ടെങ്കിലും കാണിച്ചു കൊടുക്കണം. വിദേശത്തുള്ള ഇംഗ്ലണ്ടിലും അമേരിക്കയിലും കാനഡയിലും ഉള്ള നമ്മളെല്ലാവരും ഇതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. നാട്ടിൽ
നാട്ടിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരെയൊക്കെ കൂട്ടുപിടിച്ച് ഹൈ ക്വാളിറ്റി കെയർ ഏജൻസി, അവർക്ക് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് അഷ്യൂർ ചെയ്യാൻ സാധിക്കും. നല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് അഷ്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ലേൺ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് കൂടുതലായിട്ട് ലേൺ ചെയ്യാനും കൂടുതലായിട്ട് മുന്നോട്ട് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കും. താങ്ക് യു.